64ാം സ്കൂൾ കലോത്സവ വേദിയിൽ നമ്മൾ എത്തുമ്പോൾ കൈരളിക്കും ചില സ്വകാര്യ അഹങ്കാരങ്ങളുണ്ട്. ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് കൈരളി വേദിയിൽ നിന്നും ഉയർന്നു വന്ന കഴിഞ്ഞ വർഷം അടക്കം കൈരളിയുടെ പട്ടുറുമാൽ വേദിയിൽ പങ്കെടുത്ത ഒരു താരമാണ്. പക്ഷേ താരം ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത് ലളിതഗാനവുമായിട്ടാണ്. നമുക്ക് ആ താരത്തിനെ തന്നെ ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞു. ഹഫ്ന ഫർഹ. അഫ്ന ഏതായിട്ടാണ് സംസ്ഥാന കലോത്സവ വേദിയിൽ എത്തിയത്? ഞാൻ ലളിതഗാനം ഹയർ സെക്കൻഡറി ഗേൾസിൽ. അപ്പോൾ അഫ്നയുടെ ഒരു ലളിതഗാന മത്സരം നമുക്ക് കാണാം. ശ്യാമയാം രാവിന്നു തോന്നിയ പ്രണയം ചൂടും നിശാഗന്ധിയോടൊരു ചോദ്യം. കണ്ണടച്ചുറങ്ങുന്ന പകലിൻ സ്വകാര്യമായി നെഞ്ചിലൊളിപ്പിച്ചതാരേ നീ, നെഞ്ചിലൊളിപ്പിച്ചതാരേ. ശ്യാമയാം രാവിന്നു തോന്നിയ പ്രണയം ഓക്കെ, അങ്ങനെയാണ്. എന്തായാലും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കൈരളിക്കൊരു സ്വകാര്യ അഹങ്കാരമുണ്ട്. കഴിഞ്ഞ സീസണിലടക്കം നമ്മുടെ കൈരളിയുടെ സ്വന്തം പട്ടുറുമാൽ പരിപാടിയിൽ പങ്കെടുത്ത ഒരു അനുഭവമുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു അത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ കുറേ നല്ല വലിയ മ്യൂസിക് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പട്ടുറുമാൽ എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു ഒരു മ്യൂസിക്കിൽ. റിസൾട്ട് അറിഞ്ഞോ? പട്ടുറുമാൽ അല്ല, ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞോ? ലളിതഗാനം എ ഗ്രേഡ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഒരു പാട്ട് കൂടെ നമുക്ക് ലളിതഗാനം അല്ലാത്തൊരു പാട്ട് കൂടെ നമുക്ക് വേണ്ടി പാടിത്തരുമോ? സുമയ്യത്ത് ഷഹീദത്തിൻ ത്യാഗം മൊളിവാൻ, സഹറത്ത് മാനം പൊട്ടും ഹുസനൊന്നുരവാൻ, സഹീബിട്ട് മണൽ തട്ടിൽ കൂടുമ വീഴ്വാൻ, ശിരം കത്തും മരുഭൂവിൽ പിടഞ്ഞു വീണോർ, കനൽ കത്തും കൊടുചൂടൽ തടയുടലേറെ പരിതാപമിലായി, മനമില്ല കഠിനരെ മസവദൽ അസഫദൽ രസതേടലായി, തീതൊപ്പും ശംസമേലെ തൊലി പൊട്ടും താപമാലെ തുരുതുര സിരിദേഹ തടികൊടും തൊല്ല, തഹലിമും തഹലിലും ഉഷർന്തിയ അല്ല, തവകമിലാഹദഹ ദൂരത്തവർന്നില്ല, ഖല്ലാക്കിനി ഈമാനിലേറ്റ് ജന്നാത്തിൽ നീ സന്തോഷമൂട്ട്, ജന്നാത്തിൽ നീ സന്തോഷമൂട്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇനിയും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലും മിന്നും പ്രകടനങ്ങളുമായി എത്തണം. ഓൾ ദി ബെസ്റ്റ്.